നിങ്ങളുടെ കാറിൻ്റെ വിൻഷീൽഡും സൈഡ് വിൻഡോസും സൈഡ് മിറേഴ്സും ഒക്കെ ഇതേപോലെ റെയിൻ റിപ്പലൻ്റ് ആക്കണം. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ കാറിൻ്റെ വിൻഷീൽഡും സൈഡ് മിറേഴ്സും സൈഡ് വിൻഡോസും ഒക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഓരോ പ്രൊസീജിയറിനും സെപ്പറേറ്റ് മൈക്രോ ഫൈബർ ക്ലോത്തും യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഷൈൻ എക്സ്പ്ലോറർ റെയിൻ റിപ്പലൻ്റ് ആണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും മേടിക്കാം. ആമസോണിലൊക്കെ അറൗണ്ട് ഒരു 300 രൂപയ്ക്ക് ഇതിന് റേറ്റ് വരത്തുള്ളൂ. റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രൊഡക്റ്റ് മേടിക്കുക. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ വിൻഷീൽഡ് വാട്ടർ മാർക്സ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. വാട്ടർ മാർക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് വാട്ടർ മാർക്ക് കളഞ്ഞതിന് ശേഷം മാത്രം റെയിൻ റിപ്പലൻ്റ് ഉപയോഗിക്കുക. ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് അതിലോട്ട് ഈ സൊല്യൂഷൻ ഒഴിക്കുക. ഡയറക്റ്റ് ഒരു കാരണവശാലും ഈ സൊല്യൂഷൻ ഗ്ലാസ്സിലോട്ട് സ്പ്രേ ചെയ്യരുത്. ഇത് കംപ്ലീറ്റ് ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് ഇത് ഉണങ്ങാനായിട്ട് വിടുക. ഒരു കാരണവശാലും ഡയറക്റ്റ് വെയിൽ കൊള്ളുന്ന രീതിയിൽ ഇങ്ങനത്തെ പ്രൊസീജിയറുകളൊന്നും ചെയ്യരുത്. തണലത്തോ കാർ പോർച്ചിലോ ഇട്ട് മാത്രം ഇങ്ങനത്തെ പ്രൊസീജിയറുകൾ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഒരു ഫോഗ് അപ്പിയറൻസ് ആയിരിക്കും. ഇത് ഉണങ്ങിയതിന് ശേഷം വേറൊരു ക്ലോത്ത് എടുത്തിട്ട് ഗ്ലാസും മിറേഴ്സും വിൻഡോസും ഒക്കെ പ്രോപ്പറായിട്ട് തുടയ്ക്കുക. ഇത് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിലായിരിക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നത്. നോർമലി വാട്ടർ ഡ്രോപ്സ് ഒന്നും പിന്നെ മിറേഴ്സിലോ വിൻഡോസിലോ ഒന്നും തങ്ങി നിൽക്കത്തില്ല. വണ്ടി റണ്ണിങ് ടൈമിൽ തന്നെ കാറ്റടിക്കുമ്പോഴത്തേക്ക് ഈ വാട്ടർ ഡ്രോപ്സൊക്കെ തന്നെ ഒലിച്ചു പോകും. മഴയുള്ള സമയത്ത് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമ്മുടെ വിഷനൊക്കെ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. 1500 to 2000 പുറത്തുനിന്ന് ചെയ്യാനായിട്ട് കോസ്റ്റ് വരുന്നത്. അവർ വാട്ടർ സ്പോട്ട് റിമൂവ് ചെയ്ത് റെയിൻ റിപ്പലൻ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യും. ഏകദേശം ഒരു 10-600 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വണ്ടിയിൽ ഒരു 5-6 ടൈം ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും.